തിരുഹൃദയ വണക്കം 30-ാം ദിവസം. നാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഭക്തരാകണമെന്ന് ഈശോയുടെ ദിവ്യഹൃദയം ആഗ്രഹിക്കുന്നു. ഈ തീയതി വരെ ഈശോയുടെ ദിവ്യഹൃദയത്തിലെ പുണ്യങ്ങളെയും ഈ ദിവ്യഹൃദയം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നവയെയും പറ്റി ധ്യാനിച്ച ശേഷം ഈ അവസാന ധ്യാനത്തിൽ മിശിഹായുടെ ദിവ്യഹൃദയം തൻ്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നേരെ നാം ഭക്തിയായിരിക്കാൻ അത്യന്തം ആഗ്രഹിക്കുന്നുവെന്നതിന്മേൽ സംക്ഷേപമായി ധ്യാനിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന് ഈശോയോടുള്ള ചേർച്ച പോലെ വേറെ യാതൊരു സൃഷ്ടികൾക്കും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ ബർണാദ് പുണ്യവാൻ പ്രസ്താവിക്കുന്നത് പോലെ കന്യാശ്രീ മറിയം നിത്യവചനത്തിൻ്റെ മാതാവാകുന്നതിന് സമ്മതം കൊടുത്ത ആ ക്ഷണം മുതൽ ഭൂമിയുടെ മേൽ അധികാരത്തിനും ലോകപരിപാലനയ്ക്കും സമസ്ത സൃഷ്ടികളുടെയും മേൽ ഭരണത്തിനും യോഗ്യയായിത്തീർന്നു. ഈശോ മിശിഹായുടെയും മറിയത്തിൻ്റെയും മാംസം ഒന്നായിരിക്കയിൽ പുത്രൻ്റെ ഭരണത്തിൽ നിന്ന് അമ്മയെ വേർതിരിപ്പാൻ പാടുള്ളതല്ല. അതിനാൽ രാജമഹിമ പുത്രനും അമ്മയ്ക്കും പൊതുവായി ഞാൻ വിചാരിക്കുന്നു. അത് ഒന്നു തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ബർണർദീനോ ദസ്യന എന്ന പുണ്യവാൻ ദൈവത്തെ ശുശ്രൂഷിക്കുന്ന സൃഷ്ടികൾ എത്രയായിരിക്കുന്നുവോ അവയൊക്കെയും കന്യാശ്രീ ദൈവമാതാവിനെയും ശുശ്രൂഷിക്കുന്നുവെന്നും അപ്രകാരം തന്നെ മാലാഖമാരും മനുഷ്യരും ആകാശത്തിലും ഭൂമിയിലുമുള്ള സമസ്ത വസ്തുക്കളും ദൈവാധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ കന്യാശ്രീ ദൈവമാതാവിനും അധീനങ്ങളായിരിക്കുന്നു എന്നും പറയുന്നു. എന്ന് തന്നെയുമല്ല, റുവാദകുശായുടെ പ്രവൃത്തിയാൽ പരിശുദ്ധ കന്യകയായ അമലോത്ഭ മറിയത്തിൽ നിന്നും പിറന്ന ക്ഷണം മുതൽ ഈശോ തൻ്റെ മാതാവിന് ഇടവിടാതെ കീഴ്വഴങ്ങി അവിടുത്തെ കൽപ്പനകളെ കൃത്യമായി നിറവേറ്റുന്നു. അത്ഭുതത്തിനുള്ള സമയം വന്നില്ല എന്ന് പറയുന്നെങ്കിലും ഈശോ തൻ്റെ അമ്മയുടെ നേരെയുള്ള സ്നേഹത്തെ പ്രതിയും ആ രാജ്ഞിയെ ബഹുമാനിക്കുന്നതിനായിട്ടും മറിയത്തിൻ്റെ അപേക്ഷപ്രകാരം അത്ഭുതം ചെയ്ത് വെള്ളം വീഞ്ഞാക്കുന്നു. ഈ സംഭവത്തിൽ നിന്ന് മതദ്വേഷികളുടെ അഭിപ്രായപ്രകാരം ഈശോ തൻ്റെ മാതാവിൻ്റെ അപേക്ഷയെയും ആഗ്രഹത്തെയും നിവർത്തിക്കാതെ ഇരിക്കുകയില്ല. പ്രത്യുത ഈ നാഥയുടെ നേരെ ഭക്തിയും സ്നേഹവും കാണിച്ച് സകല സന്തതികളെ കൊണ്ടും അവളെ ഭാഗ്യവതിയെന്ന് വിളിക്കുവാൻ ഇടയാക്കി എന്നതാണ് വിശദമാകുന്നത്. ദിവ്യരക്ഷകനായ ഈശോ സ്വയം വിശുദ്ധ കുർബാനയിൽ നമുക്ക് ആഹാരമായി തന്ന ശേഷം കുരിശിൻ ചുവട്ടിൽ വെച്ച് തൻ്റെ മാതാവിനെ തന്നെ നമുക്ക് മധ്യസ്ഥയും നാഥയുമായി തരുന്നു. കുരിശിൽ തൂങ്ങിക്കിടക്കയിൽ വിശുദ്ധ യോഹന്നാനെ നോക്കി പരിശുദ്ധ കന്യകയെ കാണിച്ചുകൊണ്ട് ഇതാ നിൻ്റെ അമ്മ എന്നും തൻ്റെ അമ്മയെ നോക്കി സ്ത്രീയെ ഇതാ നിൻ്റെ പുത്രൻ എന്നും അരുളി ചെയ്തു. തൽക്ഷണം മുതൽ മനുഷ്യവർഗം മുഴുവനെയും ഉദ്ദേശിച്ച് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് സകല മനുഷ്യനും ഈ പരിശുദ്ധ കന്യകയുടെ പുത്രന്മാരും അവിടുന്ന് സകല ജനങ്ങളുടെയും മാതാവും മധ്യസ്ഥയുമായി തീർന്നു. ഇവയിൽ നിന്ന് ദിവ്യരക്ഷകനായ ഈശോ മിശിഹായ്ക്ക് തൻ്റെ പരിശുദ്ധ മാതാവിൻ്റെ നേരെയുള്ള സ്നേഹവും ഭക്തിയും അവർണ്ണനീയമെന്ന് തെളിയുന്നില്ലയോ? മിശിഹ കഴിഞ്ഞാൽ അവിടുത്തെ മാതാവിനെ സകല സൃഷ്ടികളെയും കാൾ അധികമായി ഏവരും സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ഈശോയുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നില്ലയോ? പരിശുദ്ധ ജനനിയെ സകല ജനങ്ങളുടെയും മധ്യസ്ഥയും നാഥയുമായി നമുക്ക് തന്നിരിക്കയിൽ നമ്മുടെ ആശ്രയവും ശരണവും ഈ അമ്മയായിരിക്കുന്നുവെന്നറിയേണ്ടത് ആവശ്യമാണ്. മിശിഹായുടെ ദിവ്യഹൃദയത്തിലെ അനുഗ്രഹങ്ങളെയും നിക്ഷേപങ്ങളെയും ലഭിക്കുവാൻ പരിശുദ്ധ കന്യക വഴിയായി അപേക്ഷിക്കുന്നത് ഈ ദിവ്യഹൃദയത്തിന് ഏറ്റവും പ്രസാദിക്കുന്ന ഒരു സംഗതിയാകുന്നു. എന്തുകൊണ്ടെന്നാൽ സകലതും മറിയം വഴിയായി അപേക്ഷിക്കുന്നുവെങ്കിൽ ലഭിക്കാതെ വരികയില്ല എന്നത് ബർണാദ് പുണ്യവാൻ പഠിപ്പിക്കുന്നു. ആയതിനാൽ മിശിഹായുടെ ദിവ്യ ഹൃദയാനുഗ്രഹങ്ങളെ ധാരാളമായി കൈക്കൊള്ളുവാനും അവിടുത്തെ പ്രീതി സമ്പാദിപ്പാനും പരിശുദ്ധ മറിയത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്നുവെന്നും ധരിച്ച് തദനുസരണം പ്രവർത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം. ജപം.
ഈശോയുടെ കൃപ നിറഞ്ഞ ദിവ്യഹൃദയമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. കർത്താവെ, അങ്ങേ മാധുര്യം നിറഞ്ഞ ഹൃദയം അങ്ങേ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ സ്നേഹിക്കുന്നത് പോലെ ഈ അമ്മയെ ബഹുമാനിക്കുന്ന ആത്മാക്കളെയും അതീവ വാത്സല്യത്തോടെ സ്നേഹിക്കുന്നുവെന്ന് അറിയുന്നതിൽ മഹാപാപിയായി ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. അങ്ങേ പരിശുദ്ധ അമ്മയുടെ അപേക്ഷയെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് അങ്ങ് തന്നെ എന്നെ പഠിപ്പിച്ചിരിക്കുകയിൽ എൻ്റെ ശരണം മുഴുവനും ഈ അമ്മയിൽ വയ്ക്കാതെ ഇരിക്കുന്നത് എങ്ങനെ? സ്നേഹം നിറഞ്ഞ ഈശോയെ, എൻ്റെ ജീവിതകാലത്തിൽ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ ജനനിയുടെയും സ്നേഹത്തിൽ നിലനിൽപ്പാനും അങ്ങേ വളർത്തുപിതാവായ മാർ യൗസേപ്പ് നിങ്ങളുടെ തൃക്കരങ്ങളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൈയേൽപ്പിച്ചതുപോലെ ഈശോ മറിയം യൗസേപ്പെ നിങ്ങളുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ കൈയേൽപ്പിക്കുന്നുവെന്ന് ചൊല്ലി നിങ്ങളുടെ തിരുനാമങ്ങൾ മനസ്താപത്തോടും സ്നേഹത്തോടും കൂടി ഉദ്ധരിച്ച് എൻ്റെ ഈ ലോകജീവിതം അവസാനിപ്പിക്കുന്നതിനും കർത്താവെ എനിക്ക് ഇടവരുത്തിയരുളണമേ. കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. സുകൃത ജപം. തിരുഹൃദയത്തിൻ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിൻ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിൻ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൽക്രിയ. ഈശോയുടെ ദിവ്യഹൃദയത്തോട് അപേക്ഷിക്കുന്നതും തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതുമായ സകല നന്മകളും തൻ്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയം വഴി അപേക്ഷിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക.